ഉത്തർപ്രദേശിലെ ഹബൂരിൽ വൻ കവർച്ചാ സംഘത്തെ എൻകൗണ്ടറിലൂടെ പോലീസ് പിടികൂടി. ഡൽഹിയിലെ വസ്ത്രവ്യാപാരിയിൽ നിന്ന് 16 ലക്ഷത്തിലധികം രൂപ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിലായി. പോലീസിന് നേരെ വെടി ഉതിർത്ത പ്രതികൾ ഒരാൾക്ക് എൻകൗണ്ടറിൽ പരിക്കുണ്ട്. പ്രതികളിൽ നിന്ന് 16.5 ലക്ഷം രൂപയും ആയുധങ്ങളും പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, സുപ്രഭാതം. ഡൽഹിയിൽ നിന്നും നിരവധി വാർത്തകൾ ഇന്നുണ്ട്. രാവിലെ ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് വൻ കവർച്ചാ സംഘത്തെ ഉത്തർപ്രദേശിൽ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൃത്യമായി അവിടെ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ, കവർച്ചാ സംഘങ്ങൾ, ഇതിനെയൊക്കെ കൃത്യമായി അമർച്ച ചെയ്യുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ് അവിടെയുള്ളത്. ഉത്തർപ്രദേശിനെ ഒക്കെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കേട്ടിരുന്ന വാർത്തകളൊക്കെ തന്നെ കൊലപാതകം, കവർച്ച, ഇതിനൊക്കെ പേരുകേട്ട നാട് എന്നുള്ള നിലയിലാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കവർച്ചാ സംഘത്തെയൊക്കെ കൃത്യമായി അമർച്ച ചെയ്യാൻ അവിടെ ആർജവമുള്ള ഒരു സർക്കാരുണ്ട്. അങ്ങനെ തന്നെയല്ലേ നന്ദഗോപൻ? വിനോദ്, ഗുഡ് മോർണിംഗ്. പ്രധാനമായും 16 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെയാണിപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സിനിമാ സ്റ്റൈലിലായിരുന്നു പോലീസിൻ്റെ എൻകൗണ്ടർ നടപടികൾ. അതായത് ഈ പ്രതികൾ ഒരിടത്ത് ഡൽഹി മൊറാദാബാദ് ഹൈവേക്ക് സമീപം ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ചെല്ലുന്നത്. പോലീസിനെ കണ്ട ഉടനെ തന്നെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന് നേർക്ക് ഇവർ വെടിയുതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്നാണ് ഹംപൂർ പോലീസ് തിരിച്ച് വെടിയുതിർത്തത്. ഈ വെടിവെപ്പിൽ ഒരാൾക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു വസ്ത്രവ്യാപാരിയിൽ നിന്നുമാണ്, ഡൽഹിയിലെ ഒരു വസ്ത്രവ്യാപാരിയിൽ നിന്നുമാണ് പണം കവർന്നത്. ഈ പണം കവർന്ന വസ്ത്രവ്യാപാരി, അയാളുടെ ഡ്രൈവർ തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വളരെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി. ഇയാളുടെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കളായിരുന്നു ഈ കവർച്ച ചെയ്തത്. സുഹൃത്തുക്കൾക്കൊപ്പം ഇയാളും ഇതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. തുടർന്ന് നിഹാൽ, റിസ്വാൻ എന്നിങ്ങനെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന് നേർക്ക് ഇവർ വെടിയുതിർത്തത്. ഇവരിൽ നിന്നും നാടൻ തോക്കുകളും അതേപോലെ തന്നെ തിരകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സിനിമാ സ്റ്റൈലിലുള്ള ഒരു എൻകൗണ്ടറാണ് ഈ മേഖലയിൽ നടന്നത് എന്നുള്ളതാണ് ഹംപൂർ പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ അക്രമികൾക്കും ഗുണ്ടകൾക്കും അതേപോലെ തന്നെ കൊലപാതകികൾക്കൊന്നും ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ യോഗി ആദിത്യനാഥ് എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി തന്നെ ഓരോ ആക്ഷനും കൃത്യമായി തന്നെ എടുക്കുന്നു. പ്രത്യേകിച്ച് എൻകൗണ്ടർ നടപടികളിലേക്ക് പോലീസ് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കിയത്. അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇത്തരം അക്രമികൾ ഇപ്പോൾ ഭയപ്പാടുകൂടിയാണ് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അക്രമികളെ പോലീസ് വെടിവെച്ചുകൊണ്ടാണ് പിടിക്കുന്നത്. മുട്ടിന് താഴെ വെടിവെച്ചാണ് അവരെ പിടികൂടുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലരെയും, കൊലപാതകികളെയും അതേപോലെ തന്നെ അത്തരം ആൾക്കാരെയൊക്കെ തന്നെ വകവരുത്തുകയും ചെയ്യുന്നു ഉത്തർപ്രദേശ് പോലീസ് എന്നുള്ളതാണ്. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനില്ലാത്ത ആർജവം, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനില്ലാത്ത ഒരു ആർജവം ഉത്തർപ്രദേശ് പോലീസ് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നന്ദഗോപൻ, ഒരു കാര്യം കൂടി, നന്ദഗോപനെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നന്ദഗോപൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നന്ദഗോപന്റെ പിന്നിലായി വാനരന്മാരൊക്കെ ചാടിക്കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. എവിടെയാണ് നന്ദഗോപൻ നിൽക്കുന്നത്? നല്ല രസമുണ്ട് അത് കാണാൻ. രാവിലെ പ്രഭാതത്തിലെ ആ കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്ന? എവിടെയാണ്? അത്തരം കാര്യങ്ങൾ ഇതാ പുറകിൽ കാണാം. ഇഷ്ടം പോലെ വാനരന്മാരുണ്ട് പിന്നിൽ. വിനോദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ വളരെ പ്രശസ്തമായ വിദേൽഭായ് പട്ടേൽ ഹൗസിലാണ്. എംപിമാരുടെ ക്വാർട്ടേഴ്സാണ്. ഒരു എംപിയുടെ പ്രതികരണം എടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടേക്ക് വന്നത്. അങ്ങനെ ഇവിടെ സാധാരണഗതിയിൽ ഇത്തരം വാനരന്മാരുടെ ശല്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവിടെ എംപിമാരൊക്കെ അങ്ങനെ പരാതിപ്പെടാറുണ്ട്. അവരുടെ വസ്ത്രങ്ങളും മറ്റും ഉണക്കിയിടുമ്പോൾ ഈ വാനരന്മാർ, കുരങ്ങന്മാർ വന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നുള്ള പരാതികൾ പലപ്പോഴും പറയാറുണ്ട്. സെൻട്രൽ PWDയുടെ കീഴിൽ വരുന്ന ഒരു കെട്ടിടമാണ് ഡൽഹിയുടെ തന്ത്രപ്രധാന സ്ഥലം. അതായത് പാർലമെന്റ് വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വിദേൽഭായ് പട്ടേൽ ഹൗസ് ഉള്ളത്. എന്തായാലും വിനോദിന്റെ ഒരു ചോദ്യത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി കിട്ടി. അതായത് വാനരന്മാരുടെ ശല്യം മൂലം അവിടെ എംപിമാർക്ക് തുണി പുറത്തിടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു. മാത്രമല്ല അശ്വതി, വാനരന്മാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു കാവുള്ള ഒരു സ്ഥലമാണ്, തെളിയൂർക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലം. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടവിടെ ധാരാളം വാനരന്മാരുണ്ടായിരുന്നു. ഈ വാനരന്മാർ വർദ്ധിച്ചാൽ, അത് പെരുകിയാൽ ഭയങ്കര ശല്യമാണ്. അവർ ആ നാട്ടിലെ കൃഷി മുഴുവൻ നശിപ്പിക്കും. കപ്പയൊക്കെ പോയി പിഴും. കപ്പ പിഴുതെടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ് കഴിക്കും. തെങ്ങിൽ കയറി നാളികേരം അത് വിളയുന്നതിന് മുമ്പ് ഇതെല്ലാം ചെറിയ വെള്ളക്കയെല്ലാം പൊട്ടിക്കും.
അമ്പലത്തിൽ നിന്നും പായസം വാങ്ങിക്കൊണ്ട് വരുന്ന കുട്ടിയിൽ നിന്നും പായസം പിടിച്ചു മേടിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ല, ഉണ്ടായിട്ടുണ്ട്. ഡെസ്കിലും ഞങ്ങൾ ഈ ശല്യം അനുഭവിക്കുന്നുണ്ട്. തെള്ളിയൂരിൽ നിന്നും ഒരു പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ശല്യം വർദ്ധിച്ചിട്ട് പിന്നെ വാനരന്മാരെ പിന്നീട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയാണ്. പക്ഷെ വാനരന്മാരെ നന്നായി പരിപാലിക്കുന്ന സ്ഥലവുമുണ്ട്. കൊല്ലത്ത് ശാസ്താംകോട്ട ക്ഷേത്രം, അവിടെ ചെന്നാൽ വാനരന്മാർക്ക് പ്രത്യേക സദ്യ, അതൊരു വഴിപാടാണ്. ഓണത്തിന് വാനരന്മാർക്ക് പ്രത്യേക സദ്യ വിളമ്പും. ഈ സദ്യ വിളമ്പി കഴിഞ്ഞാൽ അതിനൊരു തത്വമുണ്ട്. ഈ വാനന്മാരെല്ലാം കൂടി വന്ന് സദ്യ കഴിക്കും. പക്ഷേ വാനന്മാരെ നോക്കിയാൽ അത് തലമുതിർന്നവർ വന്ന് ആഹാരം എടുത്ത ശേഷമേ ബാക്കിയുള്ളവർ വന്ന് ആഹാരം എടുക്കുള്ളൂ. മനുഷ്യരെക്കാളും ആദ്യ മര്യാദയുണ്ട്. ശരി, എന്നാലും വാനരന്മാരെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ വാചാളനാകുകയാണ് വിനോദ്.